NSS സപ്തദിന ക്യാമ്പുകളിൽ പരിസര ശുചീകരണവും ബോധവൽക്കരണ പരിപാടികളും പ്രധാന പരിപാടിയാക്കുന്നവർക്കിടയിൽ വേറിട്ട പരിപാടികളുമായി സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി ശ്രദ്ധേയരാവുകയാണ് ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ. തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്തവരെ അറിയാനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും അവരെ സഹായിക്കുന്നതിനും NSS വോളണ്ടിയർമാർക്ക് ആംഗ്യഭാഷാ പരിശീലനവും നടത്തിയാണ് ഇവർ വ്യത്യസ്തരാകുന്നത്. നാടുമുഴുക്കെ NSS സപ്തദിന ക്യാമ്പുകൾ നടക്കുകയും പരിസര ശുചീകരണവും ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പിലെ പ്രധാന പരിപാടിയാക്കുകയും ചെയ്യുന്നവർക്കിടയിൽ വേറിട്ട പരിപാടികളുമായി സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി ശ്രദ്ധേയരാവുകയാണ് ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ. തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന ക്യാമ്പിൽ കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ഭിന്നശേഷിയുള്ളവരെ അറിയാനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും അവരെ സഹായിക്കുന്നതിനും NSS വോളണ്ടിയർമാർക്ക് ആംഗ്യഭാഷാ പരിശീലനവും നടത്തുന്നുണ്ട്. അതിനുള്ള സൈൻ ഭാഷാ പരിശീലന പ്രോഗ്രാമിന് തുടക്കം കുറിച്ചാണ് ഈ NSS ടീം വ്യത്യസ്തമാകുന്നത്. ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ KV നസീറയുടെ ആശയമാണ് ഈ പദ്ധതി. NSS പ്രഭ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടപ്പിലാക്കുന്നത്. തോട്ടുമുക്കം ഗവൺമെൻറ് UP സ്കൂളിലെ സപ്തദിന ക്യാമ്പിൽ സ്കൂളിൻ്റെ ശുചീകരണം, പൂന്തോട്ട നിർമ്മാണം തുടങ്ങി പതിവ് കാഴ്ചകൾക്കപ്പുറം ഒരു വ്യത്യസ്തമായ പദ്ധതി കൂടിയാണിത്. സൈൻ ഭാഷാ വിദഗ്ധനും സോഷ്യൽ വർക്കറും ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഭദ്ര വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ രാജീവൻ കോളിയോട്ട്, സുഖ്ദേവ് എന്നിവരായിരുന്നു പരിശീലകർ. സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് കോഴ്സ് എന്ന പേരിൽ തുടങ്ങിയ ഈ പരിശീലന കോഴ്സിൽ വോളണ്ടിയർമാർക്ക് പരിശീലന ഘട്ടം പൂർത്തിയാക്കിയാൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ വിദ്യാർത്ഥികൾക്കൊരു തൊഴിൽ സാധ്യത കൂടിയുള്ള കോഴ്സായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ പരിശീലനം ഘട്ടങ്ങളായി പൂർത്തിയാക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന് പ്രോഗ്രാം ഓഫീസർ പറഞ്ഞു. NSSന്റെ പ്രഭ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണിത്. കേൾവി ശക്തിയും സംസാരശേഷിയും ഇല്ലാത്തവരെയും കൂടി കുട്ടികൾ നിരന്തരം ഇടപെടുന്ന സാഹചര്യം വരുന്ന സമയത്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയില്ല, അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറ്റുന്നതിന് പകരമായിട്ട് അവരെയും കൂടി ചേർത്ത് നിർത്തി അവരുടെയും കൂടി ലോകമാണിത് എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അവരുടെ ഒരു സേവന സന്നദ്ധത അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പദ്ധതി മനസ്സിൽ വരികയും അങ്ങനെ NSSന്റെ ഒരു ഭാഗമായിട്ട് സൈൻ ലാംഗ്വേജ് ട്രെയിനിങ് എന്ന പേരിൽ ഒരു കോഴ്സായിട്ട് നടത്താനാണ് നമ്മൾ ഇത് തീരുമാനിച്ചിരിക്കുന്നത്. സൈൻ ഭാഷാ പരിശീലകൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായ സോന, ബാദുഷ, സാബിത്ത് എന്നിവരുടെ പിന്തുണയോടുകൂടിയായിരുന്നു പരിശീലനം നടത്തിയത്. ഇംഗ്ലീഷ് അക്ഷരമാലയും അടിസ്ഥാന ഭാഷാ പ്രയോഗങ്ങളും കേൾവി സംസാര പരിമിതരുമായി എങ്ങനെ ആശയ കൈമാറ്റം നടത്താം എന്ന് ആദ്യഘട്ടത്തിൽ പരിശീലന ദിനത്തിൽ ആർജിച്ചെടുക്കാൻ സാധിച്ചതായി വിദ്യാർത്ഥികളും പറഞ്ഞു. വെച്ചാല് നമ്മളിപ്പോ പുറത്തു പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മള് സ്കൂളിലാണെങ്കിലും ഒപ്പരം പഠിക്കുന്നവരൊക്കെ ഇപ്പൊ അങ്ങനെ കേൾവിശക്തിയും സംസാരിക്കാൻ കഴിയില്ലാത്തൊരു നമ്മളവിടെ ഓരോ മുന്നില് പകച്ചു നിന്നതാണ്. സത്യം പറഞ്ഞാല് നമുക്ക് എന്താ ഓരോ പറഞ്ഞ എന്താ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവൂല, നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയൂല. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് ആദ്യം സ്കൂളിൽ നിന്ന് ഇതുപോലെ ഒരു ക്ലാസ് കിട്ടി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങളിവിടെ 7 days ക്യാമ്പിൽ ഇതിനൊരു ക്ലാസ് ആയിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഓൾക്ക് മലയാള ഭാഷ ആയാലും ഇംഗ്ലീഷ് ഭാഷയിലും നമുക്ക് ഓരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ന്യൂസ് ബ്യൂറോ, മുക്കം.